മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ആമുഖവും സ്രോതസ്സുകളും. പരീക്ഷയ്ക്ക് ഈ ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ലേറ്റസ്റ്റ് സിലബസ് പോയിന്റുകളാണ് ഈ ഒരൊറ്റ ലോങ് വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഈ ക്ലാസ് മുഴുവനായും കണ്ടാൽ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പിക്കാം. ഭാഗം 1, ഭരണഘടനാ നിർമ്മാണം. ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9-നായിരുന്നു. താൽക്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് 1946 ഡിസംബർ 11-നായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നത് ഡോക്ടർ BR അംബേദ്കറാണ്. അദ്ദേഹമാണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പിയും. ലക്ഷ്യപ്രമേയം 1946 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത്. ഇതാണ് പിന്നീട് ആമുഖമായി മാറിയത്. ഭരണഘടന ഇത് അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. ഈ ദിവസമാണ് നമ്മൾ ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അതാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. ഭരണഘടന നിർമ്മിക്കാനെടുത്ത സമയം 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. ഭാഗം 2, ഭരണഘടനയുടെ ആമുഖം. ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഈ ആമുഖം കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ആമുഖം ഇതുവരെ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ, 1976-ലെ 42-ാം ഭേദഗതി പ്രകാരം. ഇതിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസവും മതേതരത്വവും അഖണ്ഡതയും. ആമുഖവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രസ്താവനകളാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് പാർക്കറാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ ആത്മാവെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവയാണ്. ഭാഗം 3, വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ നോക്കാം. ബ്രിട്ടനിൽ നിന്നാണ് പാർലമെന്ററി ഭരണരീതിയും ഏക പൗരത്വവും ദ്വിസഭാ സമ്പ്രദായവും റിട്ടുകളും കടമെടുത്തിട്ടുള്ളത്. എന്നാൽ അമേരിക്കയിൽ നിന്ന് മൗലികാവകാശങ്ങളും സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും ജുഡീഷ്യൽ റിവ്യൂയും രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരവുമാണ് കടമെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അയർലൻഡിൽ നിന്നും നിർദ്ദേശക തത്വങ്ങളും രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രീതിയുമാണ്. കാനഡയിൽ നിന്നും ശക്തമായ കേന്ദ്രമുള്ള ഫെഡറൽ സംവിധാനവും അവശിഷ്ടാധികാരങ്ങൾ കേന്ദ്രത്തിന് നൽകുന്നതുമാണ്. എന്നാൽ ഓസ്ട്രേലിയയിൽ നിന്നും സംയുക്ത പട്ടികയും പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനവുമാണ്. ജർമ്മനിയിൽ നിന്നും അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള രീതിയുമാണ് കടമെടുത്തിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളുമാണ്. ഫ്രാൻസിൽ നിന്ന് റിപ്പബ്ലിക് എന്ന ആശയവും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുമാണ്. അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഭരണഘടനാ ഭേദഗതി പ്രക്രിയയുമാണ്.